ഹലോ, വെൽക്കം ബാക്ക് ടു ജെനിഫോക്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇത് പരീക്ഷ ചിലപ്പം വിജയിക്കുമായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്നാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തേ. ഈ ഷോപ്പെന്ന് പറയുന്നത് ഇവിടുത്തെ കനേഡിയൻസിൻ്റെയും മറ്റ് ആൾക്കാരുടെയും വീട്ടിലുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടു കൊടുക്കും. ഇത് ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ വേസ്റ്റ് കളയുന്നതിന് പകരം, നമ്മൾ അയ്യത്തും പറമ്പിലൊക്കെ വലിച്ചെറിയുന്നതിന് പകരം ഇവർ കൊണ്ടുവന്ന് ഇത് ഈ ഷോപ്പിൽ കൊണ്ടു കൊടുക്കും. ഈ ഷോപ്പിൽ നിന്ന് ഇത് തുച്ഛമായ വിലയ്ക്കാണ് ഇത് വിൽക്കുന്നത്, വളരെ തുച്ഛമായ വിലയ്ക്ക്. ഇത് വിറ്റിട്ട് ഈ ഫണ്ട് കൊണ്ട് അവർ പാവം പിടിച്ച ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഷോപ്പാണിത്. ഇതിനകത്ത് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഡ്രസ്സില്ല. വേറൊരു ഷോപ്പ് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, അവിടെ ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ പലരുടെയും വീട്ടിൽ ഷെൽഫിലും മറ്റും ഉപയോഗശൂന്യമായിട്ടിരുന്നിട്ട് നമ്മളതായി എത്തും. ചിലർ കൊണ്ടുവന്ന് വേസ്റ്റ് കുഴിയിലും ചിലർ വേസ്റ്റിൻ്റെ കൂട്ടത്തിലും പറക്കി കളയുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇവിടെ ഇതിവരൊരു ഷോപ്പായിട്ട് വെച്ചേക്കുവാണ്. നമുക്കെല്ലാവർക്കും കൊണ്ടുവന്ന് ഇവിടെ സാധനങ്ങൾ കൊടുക്കാം. അത് ഈ പാമ്പിടിച്ചോരോ തന്നെയല്ല കേട്ടോ ഇവിടെ വന്ന് മേടിക്കുന്നത്. ഈ ആൻറ്റിക് ഐറ്റംസും ഗ്ലാസ്സുകളും പെന്നുകളും മറ്റുള്ള ഈ വീഡിയോയിൽ കാണുന്ന പലവിധ ഐറ്റംസ്, അത് ഒരു വീടിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കർട്ടന്, പഴയ കർട്ടൻസ്, ആങ്കർ, കെറ്റില്, ഗ്ലാസ്സസ്, ബൗള്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ഐറ്റംസും ആൾക്കാർ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് കൊടുത്തേക്കുന്നതാണ് ഇവിടെ. എന്നിട്ട് ഇവരിത് തുച്ഛമായ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നതാണ് ആവശ്യക്കാർക്ക് അത് കൊടുക്കുന്നു. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പാമ്പിടിച്ചവർ വരുമ്പോൾ അവർക്ക് ഇതിന് യഥാർത്ഥ പൈസ കൊടുത്ത് മേടിക്കാൻ കഴിവില്ലാത്തവർ ഇവിടെ ഒന്ന് സെക്കൻഡ് ഹാൻഡ് പൈസയ്ക്ക് മേടിക്കും. ഇവിടെ കാസറ്റുണ്ട്, ബെഡുണ്ട്, കസാരകളുണ്ട്, ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ പലവിധ സാധനങ്ങൾ. ചില ബുക്കുകൾ, നമ്മുടെ വീട്ടിൽ ബുക്കുകളൊക്കെ വായിച്ചിട്ട് ചുമ്മാ കളയും, ആർക്കും വേണ്ടാതെ. ചിലതൊക്കെ സ്റ്റോറിലൊക്കെ കൊണ്ടിട്ട് അത് വല്ലാതെ കിടക്കുന്നൊരു സാധനങ്ങളില്ല, അതെല്ലാം കൊണ്ട് കൊടുക്കും. ഇതൊരു അടുത്ത ഷോപ്പാണ്. ഇതിൻ്റെ എൻട്രൻസാണിത്. ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിനാണ്. നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഈ ബോക്സിൽ കൊണ്ടിട്ടാൽ മതി, ഈ കാണുന്ന ബോക്സിൽ കൊണ്ടിടുക. അവിടുന്ന് അവരത് എടുത്ത് സോർട്ട് ഔട്ട് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പം നമുക്ക് ഡ്രസ്സുകൾ, മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിനകത്ത് വേണ്ടാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടിടാൻ പറ്റും. ഇതാണ് ആ ഷോപ്പിൻ്റെ എൻട്രൻസ്. ഇവിടെ കുട്ടികൾക്കുള്ള ട്രോളീസ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഉപയോഗമില്ല, എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവെക്കുന്നതാണ് കേട്ടോ. എല്ലാം ഡ്രൈ ക്ലീൻ ചെയ്ത് ക്ലിയറാക്കി കൊണ്ടുവെക്കുന്നതാണ്. നമ്മുടെ പാത്രങ്ങൾ, ബുക്കുകൾ, ടോയ്സ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഐറ്റംസ് ഒത്തിരി ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് കളിപ്പാട്ടങ്ങൾ. പല കുട്ടികളും ഉപയോഗിക്കത്തില്ല, എന്നിട്ട് വെറുതെ നമ്മൾ വേസ്റ്റിലും എല്ലാം കൊണ്ട് കളയത്തില്ലേ, ആ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് കൊടുക്കും. ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർ വന്ന് അത് നോക്കി മേടിക്കും, അവർക്ക് ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇവിടെ കിച്ചൺ ഐറ്റംസ് ഉണ്ട്. ഇതുപോലത്തെ പല ഷോപ്പുകളും കാനഡയുടെ പല ഭാഗത്തും ഉണ്ട്. ഇത് പലർക്കും ഉപകാരപ്രദമായ രീതിയിൽ അവർ ഉപയോഗിക്കുന്നുമുണ്ട്. കണ്ടോ, കുട്ടികളുടെ ട്രോളീസൊക്കെ നല്ല ക്ലീനാക്കി അവർ വെച്ചേക്കുവാണ്. അപ്പം ഏതെങ്കിലും പാമ്പിടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അവരത് മേടിച്ചുകൊണ്ട് പോകും, അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പല കാനഡിയൻസും വലിയ വലിയ പണക്കാർ വരെ വന്ന് ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. ഇതിൽ നിന്ന് വരുന്ന ലാഭം മുഴുവൻ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള കാനഡയിലെ മിക്കവാറും ആൾക്കാരെല്ലാം ഈ ഷോപ്പിൽ വന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഈ ചാരിറ്റി പ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരെണ്ണം വന്നാൽ ആരെങ്കിലും സഹകരിക്കുമോ? ആർക്കെങ്കിലും ഉപകാരപ്രദമാവുമോ? എനിക്കൊന്നും ആവുമെന്ന് തോന്നുന്നല്ലേ. അതെ, ഉപകാരപ്രദമാവും. കാരണം വെച്ചാൽ ഞങ്ങൾ കാനഡയ്ക്ക് വരാൻ നേരത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. അതിനകത്ത് 50% ഡ്രസ്സുകളും വലിയ ഉപയോഗിച്ചിട്ടുള്ളതല്ല, 1-2 പ്രാവശ്യം ഇട്ട ഫങ്ഷൻസിനൊക്കെ ഇട്ട ഡ്രസ്സുകളാണ്. അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ കുറേ ഡ്രസ്സുകൾ കത്തിച്ച് കളഞ്ഞു. കുറച്ച് ചിലർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ വേണ്ട ഓരോ മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഇതുപോലെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കത്തില്ലായിരുന്നേ. അത് പലർക്കും ഉപകാരപ്രദമാകത്തില്ലായിരുന്നു. ഈ വീഡിയോ കാണുന്നവരൊന്ന് വീട്ടിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ എന്തുമാത്രം ഡ്രസ്സുകൾ ഉപയോഗമില്ലാതിരിക്കുന്നു. ഷൂസ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്,
അങ്ങനെ പലവിധ ഐറ്റംസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കത്തിച്ച് കളയുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവമുണ്ട്, ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് അത് വില കൊടുത്ത് മേടിച്ചതല്ലേ, അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വിലയെങ്കിലും കിട്ടണ്ടേ എന്നുള്ളൊരു ചിന്തയുള്ളവരുണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ എന്തും കൊണ്ട് അവിടെ കൊടുത്താൽ മതി. കണ്ടില്ലേ നല്ല ഷൂസ് ഒക്കെ ഇരിക്കുന്നത്. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. കാരണം അവരൊന്നും വെറുതെ കളയത്തില്ല. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കോ അതുമല്ല ക്ലബ്ബുകൾക്ക്, മതസംഘടനകൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് പലർക്കും സഹായകരമാവും. കണ്ടോ, ഈ ഇരിക്കുന്ന ബുക്സൊക്കെ ഇവിടുത്തെ ആൾക്കാരെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തിരിച്ചു കൊടുക്കും വായിച്ചു കഴിഞ്ഞിട്ട്. നമ്മുടെ അവിടെ ഇതുപോലെ കളക്ട് ചെയ്യുവാണെങ്കിൽ ലൈബ്രറിക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ അത് ഉപകാരപ്രദമാവും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇത് നല്ലതാണോ, അതോ നമ്മുടെ നാട്ടിലത് പ്രയോജനകരമാണോ, അതോ കാനഡയിലെ ആൾക്കാർ ചെയ്യുന്നത് കൊള്ളാമോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്നിരുന്നാലും വീഡിയോ കണ്ടതിന് നന്ദി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കാനഡയുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.